ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാനൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് എന്ന് വെച്ചാൽ എഗ് ബുർജി. കാര്യം നോർത്ത് ഇന്ത്യ താമസിച്ചവർക്ക് എല്ലാം അറിയാം. നമ്മളത് കഴിക്കുന്ന ഏറ്റവും നല്ലൊരു അവിടെ സുലഭമായിട്ട് കിട്ടുന്നൊരാഗ്രഹം. ബോംബെയിലാണിത്, തെരുവിലാണിത് ഇഷ്ടം പോലെ കിട്ടുന്നത്. പക്ഷേ എല്ലായിടവും കിട്ടും. ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ കിട്ടും. നമ്മൾ കഴിച്ചിട്ടുള്ളൊരു സാധനം, നല്ല ടേസ്റ്റായത് കഴിക്കാനും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 6 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. 2 വലിയ സവാള കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ടേ. അപ്പം നമുക്കതിന് വേണ്ടി അടുപ്പ് കത്തിക്കേ. നമ്മളെ പാത്രം ചൂടായി. ഇതിന് ബട്ടറാണ് ഇതിൻ്റെ മെയിൻ സംഗതി. പക്ഷേ ഞാൻ ബട്ടർ എടുക്കാത്തത് കൊണ്ട്, ഉപയോഗിക്കുന്നില്ലെന്നല്ല, പക്ഷേ ബട്ടർ വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കാം, റിഫൈൻഡ് ഓയിൽ ഒഴിക്കാം, ഒലിവ് ഓയിൽ ഒഴിക്കാം, ഒക്കെ ഒഴിക്കാം. ഞാൻ ഒഴിക്കുന്നത് ഇച്ചിരി ഒലിവ് ഓയിലേ, പിന്നെ ഇച്ചിരി എണ്ണ ആവശ്യവുമാണ്. എണ്ണ ചൂടാവട്ടെ. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തേ. ഇനി ഇതിൽ സവാള അരിഞ്ഞില്ലേ, അതും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനമല്ലേ. നമുക്ക് ഒരു ദിവസം ഡിന്നറിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ്. ഇതിനകത്ത് ഒരു 3 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കേ. എരിയൊക്കെ അവരോട് ഇഷ്ടമേ. ഇത് എരി അധികം ഇല്ലാത്ത പച്ചമുളകാണ്. ഇത് വലുതായിട്ടങ്ങ് മൊരിയോ വഴന്നു പോവുകയോ ഒന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ ഇതിനകത്ത് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മീറ്റ് മസാല അല്ലെ ഗരം മസാല നന്നായിട്ട് കൊടുത്ത് ഇളക്കാം. ഇനി ഇതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കുക. 2 തക്കാളി അതെ, ഇടത്തരം 2 തക്കാളി ചെറുതായിട്ട്. ഇതെല്ലാം ചെറുതായിട്ട് അരിയണ്ടേ. തക്കാളിയൊക്കെ ഇതുമായിട്ട് നല്ല ഒരു സോഫ്റ്റായിട്ട് തക്കാളി കിട്ടണം. ഇനി ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം.
ഇതിനാവശ്യമുള്ള ഉപ്പ് ഇതിനകത്തിട്ട് കൊടുക്കുക. ഇതൊന്ന് തീ കുറച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് അടച്ച് വേവിക്കാം. കവർ ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് കുറയ്ക്കാം. നമ്മളെ മസാല നോക്കാം. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. അജി കിച്ചൻ കാണണേ, കണ്ട് സപ്പോർട്ട് ചെയ്യണേ. തക്കാളിയൊക്കെ റെഡിയായേ. ഇനി ഇതിനകത്ത് ഇത് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതിയേ. ചെറിയൊരു മുറി ക്യാപ്സിക്കം, അത് കുഞ്ഞായിട്ട് അരിയണേ. ഞാൻ തീ ഒന്ന് കൂട്ടിട്ട് ക്യാപ്സിക്കത്തിൻ്റെ അത് വേവൊന്നും വേണ്ട, ചെറിയൊരു വാട്ടം. എല്ലാം കുറച്ച് സമയം ഇട്ടാൽ മതി. തോന്നുന്നില്ല, ഇത് ഉപ്പ് കാണുമെന്ന് തോന്നുന്നില്ല. കുറച്ചിടാം, നമുക്ക് മുട്ട ഇടുമ്പം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇടണമല്ലോ. മതി. എല്ലാം ഒരു മിനിറ്റ്, 1.5 മിനിറ്റ്, 2 മിനിറ്റിനകം വെന്ത് തന്നെ എല്ലാം ഓരോന്നിട്ടിട്ടും ഇങ്ങനെ ഇളക്കണേ. അല്ല, ക്യാപ്സിക്കം ഇട്ടിട്ടും തക്കാളി ഇട്ടിട്ടൊക്കെ. ഇനി ഇതിൽ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മുട്ടയില്ലേ, അത് തീ ഒന്ന് കുറയ്ക്കേ. മുട്ട മഞ്ഞക്കുരു പൊട്ടിയാലും കുഴപ്പമില്ല. നല്ല മുട്ടയാണെന്നുള്ളത് അറിയണേ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഞാനൊരു 6 മുട്ട ഇട്ട് കൊടുക്കുന്നേ. ഇനി ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കേ. ഈ മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പ്. മറ്റേതിന് ശകലം കുറവാണ്, അതുകൊണ്ട് മതി. ഇനി ഇതിനകത്ത് കുറച്ച് മസാല, ഇത് പാവ് ഭാജി മസാലയേ, അത് 1 ടീസ്പൂണോളം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് മതി. എന്നിട്ട് നല്ല മിക്സ് ചെയ്യേ. തീ കൂട്ടിയിട്ട് കൊടുക്കാം. ഇനി ഈ അടുപ്പൊന്ന് കത്തിക്കാം. ചൂടാവട്ടെ.
ഇത് നല്ല ഡ്രൈ ആക്കി എടുക്കണേ. നല്ല മണമുണ്ട്, നല്ലൊരു മണമാണ്. നമ്മളെ എഗ് ബുർജി റെഡിയായേ. ഇനി നമുക്കിതിനകത്ത് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കും. ബട്ടർ ഇട്ട് കൊടുക്കേ. മൊത്തം ബട്ടർ ഇല്ലാതെ ഉപയോഗിക്കാതിരുന്നാലേ ഇവിടെ കഴിക്കാൻ വേറെ ആളുണ്ടല്ലോ. ഇനി ഇതിനകത്ത് ഈ പാവ് ബണ്ണില്ലേ, പാവ് ബൺ രണ്ടായിട്ടും മുറിച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നോർത്ത് ഇന്ത്യയിൽ ഏതോ ഒരു സ്ഥലത്ത് സ്ട്രീറ്റിൽ നിൽക്കുന്ന ഓർമ്മ. എന്താ മണവാ. തീ കുറച്ചിട്ടേക്ക്. ഇനി ഇതിൽ കുറച്ച് മല്ലിയല്ലേ, മല്ലിയില നല്ല ടേസ്റ്റായിരുന്നു. മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. മതി, ഞാൻ അടുപ്പ് അടയ്ക്കേ. ഞാൻ ഇവിടെ അണയ്ക്ക ഗ്യാസ് അണച്ച്. മല്ലിയല്ല കയ്യിൽ. ഇനി ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്യേ. നോക്കിക്ക് എന്ത് രസം ഇത്. രസം മാത്രമല്ല, ടേസ്റ്റ് ഇത് തന്നെ. അപ്പം ഇതൊന്ന് ഞാൻ റെഡി ആക്കട്ടെ, സെറ്റ് ചെയ്യട്ടെ. ഇങ്ങോട്ട് വെക്കാം, കുറച്ച് ഇങ്ങോട്ട്. കുറച്ച് ഡെക്കറേഷൻ കൂടെ ചെയ്യട്ടെ. കണ്ടില്ലേ നമ്മുടെ എഗ് ബുർജി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ. അപ്പം ഇതുപോലെ ഇടയ്ക്ക് നമ്മൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണ്ടേ, ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കേ. അടിപൊളി ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ ഒലിവ് ഓയിലല്ലേ ഒഴിച്ചു കൊടുത്തത്, ഇതിന് പകരം ബട്ടർ തന്നെ നല്ലത്. ബട്ടറാണ് ഇതിനകത്ത് വേണ്ടത്. ബട്ടറിലിട്ടാണ് ഉണ്ടാക്കണ്ടേ. അന്ന് ബട്ടറിനകത്ത് പാതി ബട്ടറും പാതി എണ്ണയും ഒഴിച്ചു കൊടുക്കേ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയൊക്കെ. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.